പ്ലാർ അനന്തകൃഷ്ണൻ നേരത്തെ പഴകുളം മധുവിന്റെ പ്രതികരണം റിപ്പോർട്ട് ചെയ്തിരുന്നു. അനന്തൻ, കോൺഗ്രസ് MLA-മാരിൽ നിയമസഭാ കക്ഷിയിൽ പക്ഷേ കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന് തോന്നുന്നു. KC പക്ഷത്ത് നിലയുറപ്പിച്ച MLA-മാർ അസ്വസ്ഥരാണോ? ഇപ്പം നമ്മളോടൊപ്പം ചടയമംഗലം MLA നസീർ കൂടി ചേരുന്നുണ്ട്. എന്താണ് ഇപ്പം ഈ തീരുമാനത്തെ കാണുന്നത്? ഹൈക്കമാൻഡ് തീരുമാനം ഇപ്പം പഴകുളം മധു ഇതൊരു സംഘടിതമായ പൊതുബോധം KCക്കെതിരെ ഉണ്ടാക്കപ്പെട്ടു എന്ന് പ്രതികരിച്ചു. എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഹൈക്കമാൻഡിൻ്റെ തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ആ തീരുമാനത്തിന് ഞങ്ങൾ എല്ലാവരും അതിനോടൊപ്പമാണ്. എങ്കിലും KC വേണുഗോപാലിനെതിരെ ഈ മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹത്തിനെ പരിഗണിച്ചു എന്നതിൻ്റെ പേരിൽ കഴിഞ്ഞ ഒരു മാസക്കാലമായി കടുത്ത ആക്ഷേപങ്ങൾ, അദ്ദേഹത്തിൽ ഒരിക്കലും ചുമത്താൻ പാടില്ലാത്ത അപവാദങ്ങൾ, അത് വലിയ ഒരു കുപ്രചരണമായി കേരളത്തിൽ നവമാധ്യമങ്ങളിലും അതിനോട് കുട പിടിച്ചുകൊണ്ട് കുറച്ച് മാധ്യമങ്ങളും പ്രചരിപ്പിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ കരിയറിനെ തേജോവധം ചെയ്യുന്നതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും വളരെ സക്സസ്സായി കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. ഒരു കാര്യം, ഇതിനകത്ത് ലീഗിൻ്റെ ഒരു സമ്മർദ്ദം ഇതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. മുസ്ലിം ലീഗിൻ്റെ അവരുടെ അഭിപ്രായം പറഞ്ഞു കാണും. അത് ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പം മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഞങ്ങൾ തർക്കങ്ങളൊന്നുമില്ല. ഇതിനകത്തുള്ള പ്രശ്നം KCയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു. KCയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നു. അതാരാണ് നടത്തിയത്? അതാരാണെന്നുള്ളത് പിന്നെ വരും ദിവസങ്ങളിൽ അന്വേഷിക്കണം. അത് കൃത്യമായി ഞങ്ങൾ അതിനെക്കുറിച്ച് നിലപാടെടുക്കും. MLA-മാരുടെ ഒരു പൊതു അഭിപ്രായം KC വരണമെന്നായിരുന്നു. അല്ല, MLA-മാരിൻ്റെ ഭൂരിപക്ഷ അഭിപ്രായം അങ്ങനെ ആയിരുന്നു എന്നാണ് പൊതുവിൽ കേൾക്കുന്നത്. അതിനെക്കുറിച്ച് എൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം അറിയത്തില്ല. പക്ഷേ പാർട്ടി ഒരു തീരുമാനമെടുത്തു. മാത്രമല്ല, ഒരു പൊതുവികാരം ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ട് വന്നതുകൊണ്ട് കൂടിയായിരിക്കും AICC അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അത് നല്ലതാണ്. പക്ഷേ ഈ KC വേണുഗോപാൽ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹം താഴെ തട്ടിൽ നിന്ന് വളർന്നു വന്ന ആളാണ്. തിരഞ്ഞെടുക്കപ്പെട്ട KSU പ്രസിഡന്റും തിരഞ്ഞെടുക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമായിരുന്നു ഇലക്ഷനിലൂടെ. അദ്ദേഹം നിരവധി തവണ MLA ആയിരുന്നു, സംസ്ഥാന മന്ത്രിയായിരുന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു, അദ്ദേഹം പാർലമെൻറ്റ് അംഗമായിരുന്നു, അദ്ദേഹം രാജ്യസഭാ മെമ്പറായിരുന്നു, AICC ജനറൽ സെക്രട്ടറി ആയി. MM നസീറിന്റെ പ്രതികരണമാണ്. നിയുക്ത ചടയമംഗലം MLA-യുടെ പ്രതികരണം അല്പം കുറെ കൂടി സോഫ്റ്റ് ആണ്. അപ്പോൾ KCക്കെതിരായ അറ്റാക്കിനെയാണ്, പക്ഷെ മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തതിനെ എതിർക്കുന്നില്ല.